ഇത് ഞാൻ ഇന്ന് രാവിലെ ലൈവ് തുടങ്ങുമ്പോൾ ഈ ഒരു വാർത്തയായിരുന്നു ഞാൻ കണ്ടത്. അതായത് തമിഴ്നാട്ടിൽ വിജയുടെ പുതിയ ഗവൺമെൻറ് അവിടെ ഒരു ജ്യോതിഷി, എന്തോ അയാളുടെ പേര്, എന്തോ ഒരു പേര്, റിക്കി രാധൻ എന്ന് പറയുന്നൊരു ജ്യോതിഷി വിജയ് അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചു. അധികാരത്തിൽ വന്നു. അതുകൊണ്ട് അയാളെ പിടിച്ചിട്ട് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് നിയമിച്ചു. അങ്ങനെ ഓർഡറും അങ്ങ് ഇറക്കി. ഇതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഒരു രസമുള്ളത്, ഞാൻ നോക്കി, ഇതായിരുന്നു ഓർഡറൊക്കെ ഇറക്കി. എസ്റ്റാബ്ലിഷ്മെന്റ് തിരു റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ ഈസ് അപ്പോയിന്റഡ് ആസ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ടു ചീഫ് മിനിസ്റ്റർ പൊളിറ്റിക്കൽ വിത്ത് എഫക്ട് ഫ്രോം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇൻ ദിസ് റിഗാർഡ് വിൽ ബി ഇഷ്യൂഡ് സെപ്പറേറ്റ്ലി. ഒരു ജ്യോതിഷിയെ പിടിച്ച് അയാളുടെ ടേംസും കണ്ടീഷനും ഒക്കെ ഗവൺമെന്റ് അങ്ങ് നിയമിക്കുകയാണ്. അപ്പോൾ ഉടനെ പല നേതാക്കളും, പ്രത്യേകിച്ച് DMK മുന്നണിയിലുണ്ടായിരുന്ന നേതാക്കൾ, CPM സെക്രട്ടറി P. ഷൺമുഖം സെഡ് ഡിസിഷൻ കോൺട്രഡിക്ട് ഗവൺമെന്റ്സ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊമോട്ട് റാഷണൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അത് CPM സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പറഞ്ഞത്, ഷൺമുഖം. പിന്നെ TVS അങ്ങനെ വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു, അവരും ഇതിനെതിരെ. വിടുതലൈ ചിരുത്താകൈ കച്ചി VCK അവർ CPM ഒക്കെ പബ്ലിക്കലി ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ ഇന്ന് വൈകിട്ടായപ്പം പുള്ളി ഇതിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു, അത് റദ്ദാക്കുകയും ചെയ്തു. അന്നേരം ഇത് നമുക്കറിയാലേ, ഇത് ഞാൻ നമ്മുടെ സ്ഥിരമായി 10-15 വർഷമായിട്ട് പറയുന്നവരാണ്, ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ. ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഭരണഘടന ചട്ടപ്പടി എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചതല്ലേ. അപ്പം അത് പാലിക്കാതെ ജ്യോതിഷിയെ നിയമിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണം, വിജയ്ക്കെതിരെ. ഇന്ന് അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ, ഉച്ചയായപ്പോൾ, ജ്യോതിഷിയുടെ സമയം ശരിയല്ല, സർക്കാസമാണ്. ഇത്തരം സർക്കാസങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും നടത്താൻ മനോരമയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിയമനം റദ്ദാക്കി ജോസഫ് വിജയ് സർക്കാർ. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ജ്യോതിഷിയുടെ സർക്കാർ നിയമനം റദ്ദാക്കി. ഇന്നലെയാണ് റിക്കി രാധൻ പണ്ഡിറ്റിനെ വെട്രിവേൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആക്കാനുള്ള നിയമനം നടത്തി. ഇപ്പൊ ഇത് പറയാൻ പറ്റുന്ന കാര്യമില്ല. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ ആളുകൾ വലിയ സംഭവം ഒന്നും അല്ല, ഇതൊന്നും ആർക്കില്ല. സത്യത്തിൽ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യം, നിങ്ങൾ ഈ കരുതുന്നതിനേക്കാൾ കൂടുതൽ, ഈ ദൈവവിശ്വാസികളെക്കാൾ കൂടുതൽ ജ്യോതിഷ വിശ്വാസികളാണ്. ഇതിനകത്ത് പലപ്പോഴും ഒരു സെക്യുലറിസം കൂടിയുണ്ട്. മിക്കവാറും ഈ നോൺ ഹിന്ദുസ് തന്നെ പലരും ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഇത് ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. ഇയാൾ തന്നെ ഇന്ന് വിജയുടെ ഒക്കെ പറഞ്ഞു, നീ മുഖ്യമന്ത്രിയാവും അല്ലെങ്കിൽ അധികാരത്തിലെത്തും എന്ന് ഇയാൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? നമുക്കറിയാം, സിമ്പിളാണ്. ഒരു ജ്യോതിഷി ഇയാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാമോ എന്ന് ചോദിച്ചൊരു 10 ജ്യോതിഷികളുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ജ്യോതിഷികൾ എന്തായിരിക്കും പറയുക? അവരെ സംബന്ധിച്ചോളം ഒരു മസ്റ്റാണ്. നമ്മളൊരു ഇവന്റ് നടത്തുകയാണെങ്കിൽ അത് സാധ്യത ഉണ്ട് എന്ന് പറയലാണ് ബേസിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് നല്ലത്. കാരണം ഇല്ല എന്ന് പറയാനോ ഉണ്ടെന്ന് പറയാനോ അവർക്ക് യാതൊരു ധാരണയോ ബോധമോ അതിനകത്ത് മുന്നറിവോ ഒന്നുമില്ല. അത് വെറും കപടമാണ്. അവർക്ക് അങ്ങനെ ഒരു കാര്യവും സ്വന്തം കാര്യമല്ല. ഇത് തന്നെ പലരും പറയുന്നുണ്ട്, ഇയാളെ ഡ്യൂട്ടി ഓഫീസറായിട്ട് നിയമിച്ചു, ആ നിയമനം കുളമാകുമെന്ന് ഇയാൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ. അതിനകത്തൊന്നും കാര്യമില്ല. ഇവർക്ക് ഒരു കാര്യവും അറിയില്ല, അവർക്ക് അറിയാനും പറ്റില്ല. 100% തട്ടിപ്പ് എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു സിനിമാ താരം വന്ന് പറയുകയാണ്, അത് വിജയകാന്ത് ആയിക്കോട്ടെ, വിജയ് ആയിക്കോട്ടെ, കമലഹാസൻ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ രജനി ആയിക്കോട്ടെ, ഒരു ജ്യോതിഷിയെ കാണാൻ ജ്യോതിഷി ഇങ്ങനെ പറയും, നിങ്ങൾ അത് ഇന്നതായതുകൊണ്ട് നിങ്ങൾ മുതൽ അമേച്ചറായി തീരുമെന്നേ പറയത്തുള്ളൂ. തീർന്നാൽ അവന് ഹിറ്റാണ്, തീർന്നില്ലെങ്കിൽ അവൻ തന്നെ പറയും, അതെ ഇത് ശരിയാണ്, ഞാൻ നോക്കിയപ്പോൾ കണ്ടിരുന്നു, പക്ഷേ ഇന്ന കാരണങ്ങൾ കൊണ്ടും മറ്റേ ഞാൻ പറഞ്ഞല്ലോ മൗഢ്യം ഉണ്ട്, അപഹാരമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനകത്ത്. അത് വെച്ച് ഏത് ഫലവും ന്യായീകരിക്കാവുന്ന രീതിയിലാണ് ജ്യോതിഷത്തിന്റെ വ്യവസ്ഥയിരിക്കുന്നത്. ഏത് ഫലവും. ഇപ്പൊ തേങ്ങ അടത്തിയാലും ജ്യോതിഷപ്രകാരം ശരിയായിട്ട് ന്യായീകരിക്കാം, തേങ്ങ അടത്താതെ ഇറങ്ങിയാലും ന്യായീകരിക്കാം, നടുക്കെന്ന് തെങ്ങിന്റെ മധ്യഭാഗത്ത് നിന്ന് കൊച്ചി പിടിച്ചിരുന്നാലും ന്യായീകരിക്കാം, അതിന്റെ മണ്ടയ്ക്ക് താഴെ വീണാലും ന്യായീകരിക്കാം, തേങ്ങയുടെ ഒപ്പം വീണാലും ന്യായീകരിക്കാം, തേങ്ങ ആദ്യം വീണാലും ന്യായീകരിക്കാം. എല്ലാത്തിനുള്ള വകുപ്പ്
അപ്പോൾ ഇത്രക്ക് ഇറാഷണലായിട്ട് ചിന്തിക്കുന്നവരെ, പ്രത്യേകിച്ച് ഈ സിനിമയിലൊക്കെ ഉള്ളവർ മിക്കവാറും അന്ധവിശ്വാസങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറമുള്ള അവസ്ഥയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാര്യം അവർക്ക് തന്നെ അറിയില്ല അവരെ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര പോപ്പുലാരിറ്റി വന്നിരിക്കുന്നത്, ഇത്രയധികം സ്വീകാര്യത വന്നിരിക്കുന്നതെന്ന്. ആക്ച്വലി ദേ ഡു നോട്ട് നോ. അവർക്കത് എന്താണ്, മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത ഒരു കാര്യം എന്തുകൊണ്ട് എനിക്ക് ഇത്ര വലിയ തോതിൽ കിട്ടുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ. അവരൊരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അത് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള അവരെ ഒരു കഴിവ് തന്നെ നഷ്ടപ്പെടും. ചിലപ്പോൾ ഒരു ആൾക്കൂട്ടം തനിക്ക് വേണ്ടി ആർത്തു വിളിക്കുന്നതും മരിക്കാൻ തയ്യാറാവുന്നതും ആ ഒരു ഭക്തിയുടെ ആരാധനയുടെയൊക്കെ ഒരു ഉന്നതി എന്നും ഒരിക്കലും ഈ താരത്തിൻ്റെ ബ്രെയിൻ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചോളം ബിയോണ്ട് ദെയർ കോഗ്നിസൻസ് ആണ്, അല്ലെങ്കിൽ കോഗ്നിഷനാണ്. അവരുടെ ബോധം അത് ഒരിക്കലും ശരിയായിട്ട് എടുക്കില്ല. അവർ എന്തൊക്കെയോ സംഭവിക്കുന്നത്. ദർ ആർ മെനി തിങ്സ് ബിയോണ്ട് മൈ കോംപ്രിഹെൻഷൻ. ഐ കനോട്ട് സേ എന്തുകൊണ്ട് വേറൊരാൾക്ക് കിട്ടുന്നില്ല, എൻ്റെ കൂടെ ഉള്ളവന് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക അവർ. എന്തുകൊണ്ട് എൻ്റെ സിനിമ ഹിറ്റാവുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ആരാധകർ വരുന്നു, അല്ലെ എൻ്റെ ബിസിനസ് എന്തുകൊണ്ട് ഹിറ്റാവുന്നു, പലരും പൊട്ടിപ്പോകുന്നുണ്ടല്ലോ. ഒരു പ്രോബബിലിറ്റി അങ്ങനെ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾ അനുകൂലമാവുകയും അവരെ തന്നെ എഫേർട്ടും ഉൾപ്പെടെയുള്ള ഒരുപിടി കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യത്തെ ഇത്തരം ആളുകൾക്ക് വളരെ എളുപ്പം ചൂഷണം ചെയ്യാൻ പറ്റും. ഇതൊരു നഗ്നമായ ചൂഷണമാണ്, തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കലാണ് ഇതിനകത്ത് ഇറാഷണാലിറ്റി. അത് പിന്നെ ഇപ്പോൾ എത്ര നാൾ പറഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകൾ, വിദ്യാഭ്യാസം ഒന്നും ഒരു വിഷയമേ അല്ല. ആരും വിദ്യാഭ്യാസം അറിവാണ്, കൂടുതൽ കാര്യങ്ങൾ ഡേറ്റ കളക്ഷനാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല. ഞാൻ ഇതിൻ്റെ ഈ പോസ്റ്റർ ഇത് ആദ്യമായിട്ട് ഈ ആൾക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞ ഈ പോസ്റ്റ് ഇതിൻ്റെ കീഴിൽ ഇത് അൺഅക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് വന്നത്. പക്ഷേ ആദ്യം ഇങ്ങനെ നിയമിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ അടിയിൽ ഞാൻ ഒരു 100 കണക്കിന് കമൻറ്റുകൾ കണ്ടു. അതിനകത്ത് എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്, കണ്ടോ ജ്യോതിഷത്തെ പുച്ഛിച്ച് നടന്നിടുന്നു. ഇപ്പം ഇത് കണക്കാണ്, ഇത് ശരിക്കും മാത്തമാറ്റിക്സ് ആണ്. ഇത് ശരിയായ രീതിയിൽ പറയുന്നവരുണ്ട്. ഇത് നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ തട്ടിപ്പ് ലാടന്മാരെ കണ്ടിട്ട് ജ്യോതിഷത്തെ കയറി പണിയരുത്. അയ്യോ, സത്യത്തിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസം ഈ പറയുന്നതാണ്. ഈ പറഞ്ഞ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. കണക്കാണെന്ന് പറയുന്നതിന് ഇതിനകത്ത് എന്ത് കണക്കാണെന്ന് ഒരു ബോധ്യമില്ല. ഞാൻ വിചാരിക്കുന്നത് കണക്കാണ്, ശാസ്ത്രീയമാണ്, കുറെ ടേബിളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ അല്ലേ സലികുമാർ ഏതോ സിനിമയിൽ പറയുന്നത്, ആരോട് പറഞ്ഞാലേ ഇതൊന്ന് മനസ്സിലാവുക. ബിക്കോസ് വിശ്വാസിയെ സംബന്ധിച്ചൊരു സാധനം, വിശ്വാസം ഇറ്റ്സ് ഡേറ്റ, എവിഡൻസ്, ലോജിക്ക്, ഇതൊന്നും അവിടെ ഒരു വിഷയമല്ല. ആരും അതൊന്നും വെച്ചല്ല ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ അവിടെയാണ് പലരും ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് എന്നിട്ട് ഇതേ ഇങ്ങനെയൊക്കെ. ഇത് അവർ വിചാരിക്കുന്നത് എളുപ്പമാണെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസവും ഈ സോക്കോൾഡ് നിർബന്ധ ബുദ്ധി മാറ്റാൻ മറ്റുള്ളവരെ നിങ്ങൾ അനുവദിക്കാറുണ്ടോ? പിന്നെ എന്തിനാ എനിക്കിന്ന് കുറേ മെസ്സേജുകൾ വന്നിരുന്നു, സാറേ ഇതൊക്കെ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞിട്ടും പുസ്തകം ഇറക്കിയിട്ടും പ്രസംഗിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ. എന്നിട്ട് ഇത് റദ്ദാക്കിയപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നു, എസൻസ് ഇമ്പാക്റ്റ് ആണോ, നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് രണ്ടും ശരിയല്ല. എസൻസ് ഇവിടെ പറയുന്നത് കൊണ്ടോ നമ്മൾ ഇവിടെ പുസ്തകം ഇറക്കിക്കൊണ്ടൊന്നും അല്ല. മേ ബി ഇങ്ങനെ ഒരു ചെറിയ ഒരു ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന കുറേ രാഷ്ട്രീയക്കാരൊക്കെ അതിനെതിരെ സംസാരിച്ചു എന്ന് പറയുന്നത് ഒരു കറണ്ട് ഓഫ് ഐഡിയാസ് നിൽക്കുകയും അതുകൊണ്ട് ഇത് പാടില്ല, ഭരണഘടനയൊക്കെ ഉദ്ധരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സയന്റിഫിക് സ്പിരിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ട്. കേരളത്തിൽ എന്തായാലും അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ഭരണഘടനാപരമായ ബാധ്യതയല്ലേ റാഷണൽ തിങ്കിങ് എന്നൊക്കെ കേരളത്തിൽ അങ്ങനെ ഒരു നരേറ്റീവ് നിലവിലുണ്ട്. അതിൽ എസൻസിനൊക്കെ ഒരു പങ്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പം ഇങ്ങനെ ഒരു സാധനം വരികയും അന്ന് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി അത് റദ്ദാക്കുകയും ചെയ്തത് വളരെ അഭിനന്ദന അർഹമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് ഔട്ട്റൈറ്റ് തൊട്ടടുത്ത ഓവർനൈറ്റ് വിജയ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ആളോ റാഷണൽ തിങ്കിങ്ങിൻ്റെ ആളോ ആയെന്നല്ല, ഈസ് ദ സെയിം പേഴ്സൺ. പുള്ളി അതിൽ വിശ്വസിക്കുന്നു. പിന്നെ ആളുകളൊക്കെ കുറേ മോശം പറയുന്നുണ്ട്, അങ്ങ് ചെയ്തതാണ്, അത്രേ ഉള്ളൂ. ഇന്ന് തന്നെ പുള്ളി വിശ്വാസ വോട്ടെടുപ്പൊക്കെ ജയിക്കണ്ടേ.